എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായ വന്ന ശ്രീ മുനീറിനോടാണ്. അദ്ദേഹം ഇവിടെ LDF സർക്കാരിൻ്റെ തുടർ ഭരണത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇവിടെ ചർച്ച ചെയ്യുന്നു. ഇവിടെ ഒരുപാട് വർഷങ്ങൾ നിലമ്പൂരിൻ്റെ പ്രതിനിധിയായി വന്ന ശ്രീ ആര്യാടൻ മുഹമ്മദ് 2011 ഇവിടുത്തെ ജനപ്രതിനിധിയായിരിക്കുമ്പോൾ മന്ത്രിസഭയിൽ അംഗമായിരിക്കുമ്പോൾ കൊടുന്ന ഒരുപാട് പദ്ധതികൾ ഇവിടെ പൂർത്തിയാക്കാതെ ഇപ്പോഴും ഈ 9 വർഷം LDF സർക്കാർ അതുപോലെ നിലനിർത്തി പോകുന്നു. ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അല്ലാതെ ഏതൊക്കെ പദ്ധതികളാണെന്ന് ചൂണ്ടിക്കാണിക്കാമോ? നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ഗവൺമെൻറ് കോളേജ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് ഗവൺമെൻറ് കോളേജുകൾ എല്ലാ മണ്ഡലത്തിലും അനുവദിച്ച സമയത്ത് നിലമ്പൂരിനും അതുപോലെ ഗവൺമെൻറ് കോളേജുകൾ അനുവദിച്ചു. ഇപ്പോഴും നിലമ്പൂരിലെ ഗവൺമെൻറ് കോളേജ് ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ്. ഇത്തരത്തിലൊരു ഗവൺമെൻറ് കോളേജിന് പോലും ഒരു കെട്ടിടം പോലും നിർമ്മിക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണോ ഈ നിയോജക മണ്ഡലത്തിൽ വോട്ട് തേടാൻ വന്നിട്ടുള്ളത്? എന്തിന് വോട്ട് ചെയ്യണം? ഈ PV അൻവറിന്റെ കാലത്ത് PV അൻവർ 2 ടേമിൽ നിലമ്പൂരിൽ വിജയിച്ചുവല്ലോ. ഈ കാലത്ത് നിലമ്പൂരിൽ വികസനം സാധ്യമാക്കാൻ PV അൻവറിന് കഴിഞ്ഞു. ഇപ്പോൾ PV അൻവർ നിങ്ങൾക്കെതിരാണ്, ഇപ്പോൾ UDF-നും ബലത്തിൽ എതിരാണ് എന്ന നിലയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട്. PV അൻവറിന്റെ പെർഫോമൻസ് അത് ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ LDF സ്ഥാനാർത്ഥിയെ? അതിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് ശ്രീ ആര്യാടൻ ഇവിടെ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്ന് എന്നാണ് പറയുന്നത്. നോക്ക് നിങ്ങൾ, ശ്രീ ആര്യാടൻ മന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിൽ എത്ര മണിക്കൂറാ ലോഡ് ഷെഡിങ്? വൈദ്യുതി മന്ത്രിയായിരുന്നു, എത്ര മണിക്കൂറാ ലോഡ് ഷെഡിങ്? ഒരു ചോദ്യത്തിലേക്ക് ഉത്തരം പറഞ്ഞുതരാ. 1 മണിക്കൂർ 1.5 മണിക്കൂർ ലോഡ് ഷെഡിങ്ങാ. എന്തേ കേരളത്തിൽ ഇപ്പോ ലോഡ് ഷെഡിങ് ഉണ്ടോ? പവർ കട്ടുണ്ടോ? നിങ്ങൾ പരിശോധിക്കണം. കാരണം എന്താ? ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാ. ഇനി നമ്മൾ വികസനത്തിലേക്ക് വരാം. അതായത് ഗവൺമെന്റ് കോളേജ്, ആ ഗവൺമെന്റ് കോളേജിന് 3 കോടി രൂപ ഈ പറയുന്ന ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ഉചിതമായ ഭൂമി കിട്ടിയാൽ എന്ത് ചെയ്യും? ആ ഭൂമി ഏറ്റെടുത്ത് ആ രീതിയിലേക്കും അതിന്റെ എല്ലാ ഭരണ നടപടികളും AS-ഉം DS-ഉം എല്ലാം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കെട്ടിടം പണിയുന്നതിന് വേണ്ടി നേരത്തെ 20 കോടി രൂപ വാങ്ങി വകയിരുത്തിയിട്ടുണ്ട്. ഇനി വികസനങ്ങൾ നോക്ക് നിങ്ങൾ, അത് പറയാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ സമയം തികയാതെ വരും. ഈ പറയുന്ന ഈ 9 വർഷത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിൽ 11 പാലങ്ങളാണ് പുതുതായി ഈ പറയുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്, യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. അതിൽ 6 എണ്ണത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഈ നിലമ്പൂരിലെ ജനത ഇന്ന് നടക്കുന്നത് ഇടതുപക്ഷം കൊണ്ടുവന്ന പാലത്തിന്റെ മുകളിലാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യം. അങ്ങനെ വലിയ വികസനം സാധ്യമായി.